ആഹാരം ദഹിച്ച് അത് അന്നരസമാവുന്നു. ഈ അന്നരസത്തിൽ നിന്ന് രസധാതു ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ 7 ധാതുക്കൾ ക്രമേണ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു രോഗാവസ്ഥകളും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിക്കണം. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ, അത് പറയാം. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മുടെ ദേഹപ്രകൃതിക്കും രോഗാവസ്ഥകൾക്കും അനുയോജ്യമായിട്ടുള്ള ആഹാരം ആവശ്യമുള്ള അളവിൽ കഴിച്ച് ലഘുവായ വ്യായാമം വേണം. അപ്പൊ വ്യായാമക്കുറവ് ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നമാണ്. വ്യായാമമില്ലായ്മ. എന്നാൽ ഭക്ഷണം നമ്മൾ 4-5 നേരം മൂക്കുമുട്ട വരിച്ചു വാരി തിന്നുന്നുണ്ട്, എന്നാൽ വ്യായാമം ഒട്ടില്ലതാനും. ഇതൊരു പ്രധാന പ്രശ്നമാണ്. പിന്നെ നമ്മുടെ ദഹനശക്തിയൊക്കെ കൂടുതലായിട്ട് ഭക്ഷിക്കുക, അധ്യശനം എന്നാണ് അതിന് പറഞ്ഞു വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തെ കാരണം. പിന്നെ നമ്മുടെ ദോഷപ്രകൃതിക്കും രോഗാവസ്ഥകൾക്കും അനുയോജ്യമല്ലാത്ത ഭക്ഷണം കഴിക്കുക. ഓക്കെ, ഇത് അടുത്ത കാരണം. ഇനി മറ്റൊരു സംഗതി, നമ്മൾ ആരും ചവച്ചരയ്ക്കാനായിട്ട് സമയം കൊടുക്കണില്ല. നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം വായിൽ വെച്ച് തന്നെ വായിലിട്ട് നന്നായിട്ട് ചവച്ചരച്ച് ആ ഉമിനീരുമായി കലർന്നതിന് ശേഷം വേണം അന്നനാളത്തിലേക്ക് ഇറക്കാനായിട്ട്. ഓക്കെ, ഇതൊക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ ചെറിയ ക്ലാസ്സുകളിൽ